ഈ ഓസ്കി എന്ന് പറയണത് ഒരു നേഴ്സ് നാട്ടിൽ നിന്ന് വരുമ്പം ഓസ്കിയോടെ വന്നോ അതെയോ യു കെയിൽ എത്തിക്കഴിഞ്ഞിട്ടാണോ നമ്മൾ തന്നെ നമ്മളൊരു കോൺട്രാക്ട് ബേസിലാണല്ലോ നമ്മൾ യു കെയിലോട്ട് വന്നത്. ഇപ്പോൾ ഒരു ഹോമിൽ വിസ എടുത്ത് വന്നു, നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ ലീഗലി നമുക്ക് പറ്റുമോ? ഓസ്കി ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് എക്സാമാണ്. 10 സ്റ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഹായ് ഫ്രണ്ട്സ്, അബീസ് വിക്കയുടെ പുതിയ വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നത് എന്താണ് ഓസ്കി, എവിടെ നിന്ന് ഓസ്കി എടുക്കാം, അല്ലെങ്കിൽ ഓസ്കി എടുത്തുകൊണ്ടുള്ള ഗുണം, അതിനെപ്പറ്റി ഓസ്കി റിലേറ്റഡ് ആയിട്ട്, അതായത് നഴ്സിംഗ് ഫീൽഡിലുള്ളവർക്ക് ഇന്ന് വളരെ അത്യാവശ്യം. ഈവൻ നിങ്ങൾക്ക് യു കെയിലെല്ലാം ജോലി കിട്ടണമെങ്കിൽ ഇതാണ് നിങ്ങൾക്കൊരു മെയിൻ ഘടകം. അപ്പോൾ ഇതിനെപ്പറ്റി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് ചോദിച്ചറിയാം. ആദ്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് സഞ്ജു. ഞാൻ ഈസിയം അക്കാഡമി ന്യൂകാസിലിൻ്റെ ഓഫീസ് മാനേജറാണ്. ഓസ്കി ഇപ്പോൾ നിങ്ങൾക്ക് സാധാരണയായിട്ട് എല്ലാവരും തന്നെ പറയുന്ന ഒരു ടേമാണ് ഓസ്കി. ഓസ്കി എന്ന് പറയുന്ന ഒരു എക്സാമാണ്. NMCയുടെ ഒരു ക്രൈറ്റീരിയയാണ് നഴ്സുമാർക്കുള്ളത്. ഇവിടെ വരുന്ന ഒരു ഓവർസീസ് നേഴ്സ് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഓസ്കി എക്സാം പാസ്സാകണം. അത് കുറച്ച് കട്ടിയുള്ള ഒരു എക്സാമാണ്. എന്നാൽ പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ ഇത് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. നമ്മൾ തന്നെ കാൻഡിഡേറ്റ്സ് ഒരു 80% തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ് പാസ്സാകുന്നത്. രണ്ട് എക്സാംസാണ് നമുക്കിവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എടുക്കേണ്ടത്. ഒന്ന് CBT എക്സാം നമ്മൾ പാസ്സാകണം, അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമാണ്. രണ്ടാമത്തത് ഓസ്കി എക്സാമാണ്. ഓസ്കി ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് എക്സാമാണ്. 10 സ്റ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 10 സിറ്റുവേഷൻസ് നമുക്ക് പറയാം. അവർ തരുന്ന സിറ്റുവേഷൻസ് അവരുടെ മാർക്കിംഗ് ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മളത് ചെയ്ത് അവർ ഹാപ്പി ആണെങ്കിൽ അവർ പാസ്സാക്കും. ഇത് 3 അറ്റംപ്റ്റാണുള്ളത് എക്സാം പാസ്സാകാനായിട്ട്. 3 അറ്റംപ്റ്റിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ നമുക്കൊരു 6 മന്ത് ബ്രേക്ക് എടുക്കണം. 6 മന്ത് ബ്രേക്ക് എടുത്ത് നമുക്ക് വീണ്ടും ഈ എക്സാം റീഅപ്പിയർ ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഓസ്കി എക്സാമിൻ്റെ ഒരു ക്രൈറ്റീരിയ വരുന്നത്. ഞാനൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തതുകൊണ്ട് എൻ്റെ ക്വസ്റ്റ്യൻസിൽ എന്നാലും ഞാൻ ചോദിക്കുവാണ്. ഈ ഓസ്കി എന്ന് പറയണത് ഒരു നേഴ്സ് നാട്ടിൽ നിന്ന് വരുമ്പം ഓസ്കിയോടെ വന്നോ അതെയോ യു കെയിൽ എത്തിക്കഴിഞ്ഞിട്ടാണോ നമ്മൾ ഓസ്കിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണത്? ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സൗകര്യം അതായിരിക്കും ഏറ്റവും ഉചിതം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഓസ്കി ട്രെയിനിങ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം 5 ഡേ പ്രോഗ്രാമാണ്. ഒരു മൺഡേ ടു ഫ്രൈഡേ 8:30 തുടങ്ങി 5 മണി വരെ. ഇത് 5 ദിവസത്തെ കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാനുള്ള സമയം, ഇത് ട്രെയിൻ ചെയ്യാനുള്ള സമയം, ഇതൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടും നമുക്കിവിടെ ജസ്റ്റ് ഒരാഴ്ച കൊണ്ട് ഇത് മുഴുവൻ കവർ ചെയ്ത് നിങ്ങളൊന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞ് ഒരാഴ്ച നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനുള്ള സമയമൊക്കെ നിങ്ങൾ കണ്ടെത്തണം. ഇപ്പം നിങ്ങൾക്ക് ആ സമയം നാട്ടിൽ നിന്നാണ് കണ്ടെത്താൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ട്രെയിൻ ചെയ്ത് വരിക, എന്നിട്ട് ഇവിടെ വന്ന് എക്സാം എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, അത് കഴിഞ്ഞ് നിങ്ങൾ എക്സാം എടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറി. ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ട്രെയിനിങ് എടുത്ത് എക്സാം എഴുതുന്ന യാതൊരു കുഴപ്പമില്ല. കാരണം സമയമുണ്ട്, വേറെ കമ്മിറ്റ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫാമിലി ഉള്ള ഒരാളാണെങ്കിൽ കുട്ടികളെ നോക്കണം, ഹസ്ബൻഡിൻ്റെ ജോലി നോക്കണം, 5 ദിവസം കണ്ടിന്യൂസ് ട്രെയിനിങ് ആണ്. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ എങ്ങനെയാണോ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് നിങ്ങൾ ഈ കോഴ്സ് എടുക്കുക, എക്സാം എഴുതുക. അതാണ് ഏറ്റവും ഒരു ഉചിതമായ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇപ്പം ഞാനാണെങ്കിലും കെയർ ഹോമിലോട്ട് പല ആളുകളും നാട്ടിൽ നിന്ന് വരാറുണ്ട്. അപ്പം അവർ ഒരു പീരീഡ് കഴിയുമ്പോൾ അവർ പറയും, ബ്രോ ഞാൻ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഞാൻ കെയർ ഹോമിലായിരുന്നു, പക്ഷേ ഞാൻ നാട്ടിൽ നേഴ്സിംഗ് കഴിഞ്ഞാണ്, എനിക്ക് എൻ്റെ പ്രൊഫഷൻ ഒന്ന് നേഴ്സിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അപ്പം അവർക്കും ഈ ഓസ്കി പഠിച്ചാൽ തന്നെ അവർക്ക് എങ്ങനെയാണ് ഒരു പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നത്? പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവർക്ക് ഇപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. നാട്ടിലൊരു നേഴ്സ് ആണെങ്കിൽ അവർ ആദ്യം തന്നെ CBT എഴുതണം, CBT പാസ്സാകണം. പിന്നെ ഇതിന് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ഓസ്കി CBT അല്ലാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിപ്പോൾ 2 രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ സീനിയർ കെയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണെങ്കിൽ 1 വർഷം ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ SIFE റൂട്ടിൽ അവരുടെ മാനേജറിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ വരുവാണെങ്കിൽ അവർക്ക് ഈ ഇംഗ്ലീഷ് ക്രൈറ്റീരിയ എന്ന വലിയൊരു ബാരിയർ എടുത്തു കളഞ്ഞ് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നിങ്ങൾ സൂട്ടബിൾ ആണ്, അവർക്ക് നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങൾക്കൊരു ജോബ് പ്രൊവൈഡ് ചെയ്യും. ഇതിൽ പ്രത്യേകിച്ച് പറയാൻ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നേഴ്സാണ്, നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾ NMCയുടെ എല്ലാ ക്രൈറ്റീരിയകളും മാനദണ്ഡങ്ങളും നിങ്ങൾ ക്ലിയർ ചെയ്തു, നിങ്ങളുടെ പേപ്പർ വർക്ക്സ് ഒക്കെ അപ് ടു ഡേറ്റ് ആണ്, യുൽ ബി ഡെഫിനറ്റ്ലി പ്ലേസ് സംവെയർ. ഓക്കെ. ഇപ്പം നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു കോൺട്രാക്ട് ബേസിലാണല്ലോ നമ്മൾ യു കെയിലോട്ട് വന്നത്. ഇപ്പോൾ ഒരു ഹോമിൽ വിസ എടുത്ത് വന്നു, നമുക്ക് അവിടെ നിന്ന് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ ലീഗലി നമുക്ക് പറ്റുമോ? നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയോട് സംസാരിച്ച് അവർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വിസ സ്വിച്ച് ചെയ്യുന്നതിൽ യാതൊരു പ്രോബ്ലം ഇല്ല. അതിൽ നമുക്കത് സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ കയറി വന്നപ്പം ഓസ്കി റിലേറ്റഡ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടതെന്ന് ഞാൻ കണ്ടായിരുന്നു, താഴെ ബോർഡിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം? ഓക്കെ, ഞങ്ങളുടെ ട്രെയിനിങ് ഞങ്ങൾക്ക് എല്ലാ മാസവും തന്നെ ട്രെയിനിങ് ഉണ്ട്. എല്ലാ മാസവും ഞങ്ങൾ 2 ബാച്ചുകളാണ് ഞങ്ങൾ ഓസ്കി
ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഓസ്കി അഡൽട്ട് നഴ്സസ് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഓസ്കി മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, മിഡ് വൈഫറിൻ്റെ, ഇതിന് പല മെൻ്റൽ ഹെൽത്ത്, ഇതിന് പല സെഷൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അഡൽട്ട് നഴ്സസ് മാത്രമാണ്. നോർമലി ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് UK നോക്കുകയാണെങ്കിൽ തന്നെ 35ഓളം ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് കാണാം. ചിലർ 1 മാസത്തെ ട്രെയിനിങ് ആണ് ചെയ്യുന്നത്, ചിലത് 2 ആഴ്ചയുണ്ട്, ചിലത് 3 ആഴ്ച, ചിലതിൽ 10 ദിവസം ഓൺലൈൻ ട്രെയിനിങ്, 5 ദിവസം ക്ലാസ് റൂം ട്രെയിനിങ്, ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്റർ വേറിട്ട് നിൽക്കുന്നത് ഇനി ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 5 ദിവസമായിട്ട് ഞങ്ങൾ കണ്ടൻസ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളിത് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ്ങിന് വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും സീനിയർ കെയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണ് വരുന്നത്. ഇവർക്ക് ഇവിടെ ഷിഫ്റ്റ് ബാലൻസ്, ഷിഫ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ബാലൻസ് ചെയ്യാനുണ്ട്. ഒട്ടുമിക്ക കെയർ ഹോമിൻ്റെയും ഷിഫ്റ്റ് പാറ്റേൺ പോകുന്നത് 3 ദിവസം വർക്ക് ചെയ്യുക, 4 ദിവസം ഓഫ്, ഇല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ച 3 ദിവസം ഷിഫ്റ്റ്, 4 ദിവസം ഓഫ്, 3 ദിവസം ഷിഫ്റ്റ്, 4 ദിവസം ഓഫ്. ആ രീതിയിലാണ് പല കെയർ ഹോമിലും ഷിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ട്രെയിനിങ് സെൻ്റർ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ഹോളിഡേ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് 3 ഷിഫ്റ്റ് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ് 5 ദിവസത്തേക്ക് കണ്ടൻസ് ചെയ്ത് ഞങ്ങളൊരു ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ബാക്കി ട്രെയിനിങ് സെൻറ്റേഴ്സ് ചെയ്യുന്ന പോലെ വലിയ ഗ്രൂപ്പ് 10, 25, 30 പേരുടെ ഗ്രൂപ്പൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങളുടെ മാക്സിമം 10 പേരുടെ ഗ്രൂപ്പ് നമ്മൾ ചെയ്യാറുള്ളൂ. നമുക്ക് അറ്റ് എ മിനിറ്റ് 2 to 3 ട്രെയിനേഴ്സ് നമ്മുടെ ബിൽഡിങ്ങിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതായത് 3 പേർക്ക് ഒരു ട്രെയിനർ വെച്ച് അവൈലബിൾ ആണ് ഏത് സമയത്തും. പിന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ്സ് അവൈലബിൾ ആണ്. ഇവരിപ്പോൾ ഇവിടുന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ അവർ പാസ്സാകുന്നവരെ എല്ലാ ടൈമിലും ഒരു ട്യൂട്ടർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഏത് സമയത്ത് വിളിക്കുകയും ചെയ്യാൻ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ട്യൂട്ടേഴ്സ് എപ്പോഴും അവൈലബിൾ ആണ്. നമ്മുടെ ട്യൂട്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെൽ ട്രെയിൻഡ് ആണ്. പലരും തന്നെ 5-8 വർഷമായിട്ട് ഓസ്കി ട്രെയിനിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ്, ഇൻ്റർനാഷണലി ക്വാളിഫൈഡും ആണ്. എല്ലാവരും തന്നെ നമ്മുടെ എല്ലാ ട്രെയിനേഴ്സും UK രജിസ്റ്റേർഡ് പിൻ നമ്പറുള്ള നഴ്സുമാരാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും പ്ലേസ്മെൻറ്റ് അഷുറൻസ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ കറൻ്റ്ലി പ്ലേസ്മെൻറ്റ് അഷുറൻസ് നമ്മൾ കൊടുക്കുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ഓസ്കി എക്സാം മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് എന്തെങ്കിലും പ്ലേസ്മെൻറ്റ് എവിടെയെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ അറിയുവാണെങ്കിൽ ക്വാളിഫൈഡ് ആണ്, ഞങ്ങൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ അവരോട് പറയാറ് ഇന്ന സ്ഥലത്ത് വേക്കൻസി ഉണ്ട്, നിങ്ങൾ പോയി ട്രൈ ചെയ്യൂ എന്ന് നമ്മൾ ഗൈഡ് ചെയ്യാറുണ്ട്. അല്ല നമ്മളായിട്ട് പോയിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്യാറില്ല. അതായത് ഒരു ഇൻ്റർവ്യൂ ഗൈഡൻസും നിങ്ങൾ കൊടുക്കാറുണ്ട്? നമ്മൾ ഇൻ്റർവ്യൂ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. എങ്ങനെ പോകണം, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ സക്സസ് ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറ്. പിന്നെ NMCയുടെ പ്രൊസീജിയർ, അതായത് രജിസ്ട്രേഷൻ പ്രൊസീജിയറിന് നമ്മൾ പല നഴ്സുമാരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഫ്രീ ഓഫ് ചാർജാണ്. ഇതിന് നമ്മൾ ചാർജ് മേടിക്കാറില്ല. ഞങ്ങളുടെ ചാർജ് നമ്മുടെ ഓസ്കി ഫീസ് മാത്രമേ ഞങ്ങൾ ചാർജ് ചെയ്യാതുള്ളൂ. ഞങ്ങൾക്ക് വേറെ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് ഓസ്കിനെ പറ്റി ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നപ്പം കണ്ടു, നമ്മൾ വീഡിയോ ചെയ്യാനൊരു പെർമിഷൻ ചോദിച്ചു, നമുക്ക് തരുകയും ചെയ്തു. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായിട്ട് ഒരു നല്ലൊരു ഓഫറുണ്ട്. ഈ വീഡിയോ കണ്ട് നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഈ കോഴ്സിൻ്റെ 10% ഡിസ്കൗണ്ടും തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഇൻഫർമേഷനാണ്. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ അല്ല. പേഴ്സണലി ഞാൻ പറയുകയാണ്, എനിക്ക് മിഡിൽസ്ബ്രോ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ കിട്ടിയതാണ്. എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമുക്ക് ആരും ഇങ്ങനെ ഇരുന്ന് തരാറില്ല. അപ്പം എനിവേ താങ്ക് യു ഇത്രയും നേരം നമ്മളോടൊപ്പം പങ്കുവെച്ചതിന്.